നമുക്ക് ഈ കാണുന്ന ഫ്ലവർ ലാമ്പ് ഒന്ന് ചെയ്തെടുത്താലോ? ഇതിപ്പോൾ എന്താ അല്ലേ, ഭയങ്കര സിമ്പിളല്ലേ? സിമ്പിളെന്ന് പറയുമ്പോൾ ഒരു കാർഡ്ബോർഡും പൈപ്പ് ക്ലീനേഴ്സും പിന്നെ ഗ്ലൂ ഗണ്ണും പിന്നെ നമ്മുടെ മെയിൻ താരമായ ലൈറ്റും, അത്രയും മതി. ഇതിപ്പോൾ പിൻട്രസ്റ്റിൽ എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. മടി കാരണം പിന്നെ ആവട്ടെ എന്നായിരുന്നു വെച്ചേക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരുന്നപ്പോഴാണ് ഞാൻ മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കിയത്. അപ്പോൾ ദാണ്ടടാ, ഫസ്റ്റ് തന്നെ കണ്ണിപ്പെട്ടത് ഇതായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇതായിക്കോട്ടെ. ഇവിടെ ഞാനിപ്പോൾ ഒരു ലീഫ് തയ്യാറാക്കാനായിട്ട് 2 പൈപ്പ് ക്ലീനറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തത് പിങ്ക് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഈ പൈപ്പ് ക്ലീനേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പരിപാടി ഞാനിപ്പോൾ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം എങ്ങോട്ട് തിരിച്ചാലും അതങ്ങനെ ഇരുന്നോളും. പിന്നെ നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കി കൊടുക്കുക എന്ന പണി മാത്രമേ ഉള്ളൂ അതിന്. ദാ ഒരു 6 ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ 6 ലീഫല്ലല്ലോ കൂടുതലുണ്ടല്ലോ എന്ന്. അതെ, കൂടുതലുണ്ട്. പക്ഷെ ആ പൂവൊന്ന് കണ്ടു നോക്ക്, അപ്പോൾ അറിയാം അതിൽ 6 ഉള്ളെന്നേ. ഇനി ഈ ലീഫിലോട്ട് ആ ലൈറ്റ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും നമുക്കിങ്ങനൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഫ്ലവറിൻ്റെ പണി കഴിഞ്ഞേ. ഇനി നമുക്ക് സ്റ്റെമ്മും ലീഫും. അത് ഭയങ്കര സിമ്പിളാണ്. അതിനെ ഞാൻ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അതെന്ത് പറച്ചിലല്ലേ, ശരിക്കും ഗ്രീൻ തന്നെയല്ലേ എടുക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് എല്ലാം നമ്മൾ ഈ കാർഡ്ബോർഡിലോട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഈ കാർഡ്ബോർഡ് വൃത്തിയോടൊന്ന് മാറ്റാനായിട്ട് നമുക്ക് പൈപ്പ് ക്ലീനറോ ക്ലേയോ ത്രെഡോ എന്താണെന്ന് വെച്ചാൽ കവർ ചെയ്യാം. ഞാനിവിടെ പൈപ്പ് ക്ലീനർ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ദേ വർക്ക് കഴിഞ്ഞു. ആ ലൈറ്റൊന്ന് ഓണാക്കണ്ടേ? ഇങ്ങനെയല്ല, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓണാക്കാം. കണ്ടില്ലേ, ശരിക്കും നേരിട്ടാണ് ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ സബ്സ്ക്രൈബിലേക്ക് മറക്കില്ലല്ലോ.